أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وفعلت كالتي فعلت وأنت من الكافرين. قال فعلتها إذا وأنا من الضالين. നമ്മുടെ ഈ യോഗം സമാപിക്കുക അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ തീരുമാനിച്ച സമയക്രമത്തിൽ തുടങ്ങുവാനും അവസാനിപ്പിക്കുവാനും സാധിച്ചതിൽ ആദ്യമായി അള്ളാഹുവിന് സ്തുതികൾ രേഖപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ്. നമുക്ക് വളരെ ശക്തമായ ഒരു നേതൃത്വം അള്ളാഹു സമ്മാനിച്ചിട്ടുണ്ട്. ആർക്കും തന്നെ അത്തരം സ്ഥാനങ്ങളോട് പ്രത്യേകമായ മമതകൾ ഉള്ളതുകൊണ്ട് ആ സ്ഥാനങ്ങൾ ലഭിച്ചതല്ല. ഈ ഒരു പ്രവർത്തന മാർഗത്തിൽ നേതൃത്വം നൽകാൻ അനിവാര്യമായും ആളുകൾ ഉണ്ടാവണം എന്ന ഒറ്റ കാരണത്താൽ ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ എന്ന നിലയിലാണ് ആ നേതൃത്വം ഈ ചുമതലകൾ ഏറ്റെടുത്തിട്ടുള്ളത്. അവർക്കത് നിർവഹിക്കുവാൻ നമ്മുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണവും പിന്തുണയും അനിവാര്യമാണ്. വളരെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി നമ്മളെല്ലാവരും ആ പിന്തുണ നൽകേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിന് നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ആരോഗ്യവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ വളരെ കുറഞ്ഞ ആളുകൾ ഒരു മഹല്ലിൻ്റെ സംവിധാനത്തെ അത് നാശത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് ഉള്ളിൽ രൂപപ്പെട്ട സങ്കടം കാരണമായി നിർവാഹമില്ലാതെ ഇത്തരം ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ തന്നെ നാട്ടുകാരായ ആർക്കെങ്കിലും എതിരിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിഹത്യാ ശ്രമങ്ങളോ അതല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്ഥാനമാനങ്ങളോടുള്ള നമ്മുടെ അസൂയയോ അല്ല ഇത്തരം പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ആഗ്രഹിച്ച് ഈ മഹല്ലിലെ മുസ്ലിം സമൂഹം ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ രൂപപ്പെട്ടിട്ടുള്ള വഖഫ് സ്വത്തുക്കൾ മുസ്ലിം ഉമ്മത്തിനും അല്ലാത്തവർക്കും ഒരുപോലെ ഉപകാരപ്പെടേണ്ട രീതിയിൽ ഇസ്ലാമിന്റെയും അള്ളാഹുവിന്റെയും താല്പര്യത്തെ മുൻനിർത്തി നയിക്കാൻ ശേഷിയുള്ള ആളുകളെ, അത് നമ്മളാണെന്ന ഒരു അവകാശവാദവും നമുക്കില്ല, അതിന് പറ്റിയ ആളുകളെ ഈ മഹല്ലിന്റെ ജനാവലിയിൽ നിന്ന് നമ്മുടെ മഹല്ല് ഭരണഘടന പറയുന്നത് പോലെ 18 വയസ്സ് പൂർത്തിയായ എല്ലാവരുടെയും വോട്ടവകാശത്തോടുകൂടി 25 വയസ്സിന് മുകളിൽ പ്രായമുള്ള കാര്യപ്രവൃത്തിയുള്ള 36 ആളുകളെ ഇസ്ലാമിന്റെ ഗുണം പ്രതീക്ഷിച്ച് കണ്ടെത്തുക എന്ന വളരെ ഉത്തമമായ ഒരു ശ്രമകരമായ ജോലിയാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിനു വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു ചോദ്യമുണ്ട്. നീയൊക്കെ എപ്പോഴാണ് നന്നായത്? നിന്റെയൊക്കെ പാസ്റ്റ് എന്താണ്? നീ എന്താണ് ദീനിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്? നീ എന്താണ് മഹലിനെ കുറിച്ച് പറയാൻ യോഗ്യനായത്? തീർച്ചയായും ഇത് നമ്മൾ നേരിടേണ്ട ചോദ്യമാണ്. നമുക്കൊരിക്കലും ഒരു വാദമില്ല നമ്മളൊക്കെ ജനിച്ചു വീണ് ഈ ദിവസം വരെ വളരെ പരിശുദ്ധമായ ഒരു ജീവിതം നയിച്ചവരാണ് എന്ന ഒരു വാദവും നമുക്ക് ആർക്കുമില്ല. നമ്മളൊക്കെയും ഇന്ന് അബൂ സാഹിബ് ദുആ ചെയ്ത് തുടങ്ങിയത് റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളോട് തന്നെ അക്രമം കാണിച്ചിരിക്കുന്നു, ഞങ്ങളോട് തന്നെ അക്രമം കാണിച്ചിരിക്കുന്നു എന്ന് അള്ളാഹിനോട് തുറന്നു പറഞ്ഞിട്ടാണ് നമ്മൾ ഈ യോഗം തന്നെ തുടങ്ങുന്നത്. എന്നിട്ട് നീ ഇത് പുറത്തു തന്നിട്ടില്ലെങ്കിൽ അപ്പൊ നമ്മൾ ഈ അക്രമത്തിൽ തുടരാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് പല പിഴവുകളും സംഭവിച്ചിട്ടുണ്ടാവും, പല അബദ്ധങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. അതിലൊന്നും തുടരാൻ ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ. അതാണ് ഈ പ്രാർത്ഥന. ഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങളിൽ നിന്ന് അത് മായ്ച്ചു കളഞ്ഞിട്ടില്ല എങ്കിൽ വതർഹംനാ, അനുഗുണമായി നീ ഞങ്ങൾക്ക് റഹ്മത്ത് നൽകിയില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങളും നഷ്ടക്കാരിൽ വിട്ടുപോകും. ഞങ്ങൾക്ക് അത് ആഗ്രഹമില്ല. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾക്ക് സംഭവിച്ച അബദ്ധങ്ങളെ ഞങ്ങളിൽ നിന്ന് മായ്ച്ചു കൊണ്ടുവേണം ഞങ്ങൾക്ക് ഇതിനുള്ള ശേഷി തരാമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശുഅറയിൽ പറഞ്ഞ
വളരെ അതിശയകരമായ ഒരു സംഗതിയാണ് ഞാനിവിടെ ഓതി വെച്ചത്. ഫിറഔനിന്റെ ചോദ്യമാണത്. നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫിറഔനിന്റെ ചോദ്യമാണ്. നമ്മള് മൂസ അലൈഹിസ്സലാമിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് കേൾക്കുന്നത് എന്നത് തന്നെ അത് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഊർജം കിട്ടുന്നതിന് കാരണമാകും. എന്തൊരു നന്ദി കെട്ടവനായി, ഈ അല്ലേ ആ പണി ചെയ്തത് എന്നാണ് ഫിറഔൻ ചോദിച്ചത്. അത്രേ ചോദിച്ചുള്ളൂ. അപ്പൊ മൂസാ നബിക്കും കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലായി എന്താ പണിയെന്ന്. മനസ്സിലായിണ്ടോ? നമ്മൾ ആ കഥയിൽ കേട്ടിട്ടുണ്ട്. മൂസാ നബി കൊട്ടാരത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഷണ്ട ഉണ്ടാവുകയും ഒരാളൊന്ന് കൊടുക്കുകയും ചെയ്ത് അയാൾ മരണപ്പെട്ടു. നീ കൊലപാതകിയല്ലടാന്നാണ് ഈ ചോദിക്കുന്നത്. ആരോടാ ചോദിക്കുന്നത്? ഫിറഔനിനെ നന്നാക്കാൻ ചെന്ന, കൊട്ടാരത്തെ ശുദ്ധിയാക്കാൻ ചെന്ന, ശിർക്കിനെ തകർക്കാൻ ചെന്ന മൂസയോട് അർഹത ചോദിക്കുകയാണ് ഫിറഔൻ. എന്ത്? നീ ഒരു കൊലപാതകം നടത്തി ഓടിപ്പോയിട്ട് ഇപ്പൊ ഞങ്ങളെ നന്നാക്കാൻ വന്നിരിക്കുകയാണോ എന്ന്. ഇതന്നല്ലേ ഇപ്പൊ നമ്മളീ കേൾക്കുന്നത്? ഇതന്നല്ലേ? ഇതിലപ്പുറമൊന്നും കേൾക്കണില്ലല്ലോ. ഇത് അള്ളാഹ്ക്ക് പുതുമുള്ള സംഗതിയല്ല. ഒരു നല്ല കാര്യത്തിന് വേണ്ടി അള്ളാഹുവിന്റെ താല്പര്യം ഇന്നതാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആൾ എത്ര വലിയ പ്രവാചകനാണെങ്കിൽ പോലും നമ്മൾ നേരിടേണ്ട ചോദ്യമാണത്. അപ്പൊ അത് നേരിടുന്നവർ മനസ്സിലാക്കുക നമ്മൾ യഥാർത്ഥ രീതിയിൽ എത്തിയിട്ടുണ്ട്. നമ്മളോട് ആ ചോദ്യം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ യഥാർത്ഥ രീതിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് അടുത്ത ആയത്തില് മൂസ അലൈഹിസ്സലാം പറയാണ്, ഞാനതങ്ങനെ ചെയ്തു. ഇതൻ അന്ന് എനിക്കും കാര്യം അറിയില്ലായിരുന്നു. എന്തൊരു മാന്യമായ പ്രതികരണം. ഒരു വശവുമില്ല. എനിക്ക് തെറ്റ് പറ്റിയതിനെ ഒരാൾ ചൂണ്ടിക്കാണിച്ചാല് ഞാൻ അന്ന് വിവരമില്ലാത്തത് കൊണ്ട് ചെയ്ത തെറ്റ് തന്നെയാണ് അത് ഇനി ഞാനും നീയും ചെയ്യരുത് എന്നാണ് ഇപ്പൊ പറയുന്നത് എന്ന് പറയാനുള്ള ആർജവത്തിലേക്ക് നമ്മൾ വളരുകയും ആ ഒരു ആർജവത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞു തന്ന ഈ കഥയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് നമ്മുടെ പാസ്റ്റിനെ, നമ്മുടെ മുൻകാല ചെയ്തികളിൽ വന്നിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടാവും. ഒന്നും നമ്മൾ തള്ളി പറയുന്നില്ല, ഉണ്ടാവും. ലലംന റബ്ബന ലലംന എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെടുത്ത അക്രമങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് തുടരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിൽ അക്രമം ഇനി ഒരാൾ ചെയ്യാനും നമുക്ക് സമ്മതമല്ല. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്നാണ് മൂസാ നബി ചോദിച്ചതും അതെന്തിനാണ് നമുക്ക് പറഞ്ഞു തന്നത്? നമുക്ക് ഊർജം കിട്ടാൻ. നമ്മളിത് കേൾക്കേണ്ടവരാണ്. അപ്പൊ ഇത് കേൾപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികൾ പറഞ്ഞിട്ട് ഇവരങ്ങ് അടിച്ചിരുത്താം എന്ന് ആരും ധരിക്കേണ്ടതില്ല. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ദുനിയാവിന്റെ നേട്ടങ്ങളെ കണ്ടുകൊണ്ടല്ല നമ്മൾ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് വളരെ ശുദ്ധമായി നമ്മൾ പറയുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ താല്പര്യത്തിലുള്ള നമുക്ക് കഴിയുന്നതിന്റെ ഏറ്റവും നല്ല രീതിയിലുള്ള വ്യക്തികളെ കണ്ടെത്തി ഈ മഹല്ല് സംവിധാനത്തിന്റെ പരിപാലനം ഏൽപ്പിക്കപ്പെടുന്നത് വരെ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ നേതൃത്വത്തോടൊപ്പം ഉറച്ചു നിൽക്കും. എല്ലാവിധ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സഹായത്തിൽ